എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നേരത്തെ ഇവിടെ ഹദീസുകളെ കുറിച്ച് പറഞ്ഞു. എന്റെ പേര് അബ്ദുൾ നിസാം. ഞാൻ മലപ്പുറം കോട്ടക്കൽ സ്വദേശിയാണ്. ഞാനൊരു ഫാർമ കമ്പനിയുടെ സെയിൽസ് മാനേജറായിട്ട് ജോലി ചെയ്തയാളാണ്. ഇപ്പോ നേരത്തെ ഇവിടെ നമ്മുടെ നബി ദിന സിനിമയെ കുറിച്ചുള്ള ഈ ജനകീയ സംവാദത്തില് നബിയെ കുറിച്ച് വളരെയധികം മോശമായി പുഴുവരിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചു എന്നൊക്കെ വളരെ ഇതായിട്ട് സംസാരിക്കുകയും അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ ഇത്തരം വിമർശകർക്ക്, ഇത്തരം എതിരാളികൾക്ക് ആയുധം കൊടുക്കുന്നത് ഇസ്ലാമിലെ ഇത്തരം വിശ്വാസ സംഹിതകൾ തന്നെയാണ്. അത് സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോ ഞാനിവിടെ അനസ് നിവേദനം ചെയ്ത ഒരു ഹദീസ്, ഒരു സ്വഹീഹായ ഹദീസ് ഞാനിവിടെ ഉദ്ധരിക്കാൻ താല്പര്യപ്പെടുകയാണ്. പ്രവാചകന് 3 കാര്യങ്ങളോട് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് സ്ത്രീ, മറ്റൊന്ന് സുഗന്ധദ്രവ്യങ്ങൾ, മറ്റൊന്ന് ആഹാരം. ഇതിൽ വീണ്ടും മനസ്സ് തുടരുന്നു. ഇതിൽ അദ്ദേഹത്തിന് 2 കാര്യങ്ങളിൽ അതീവ താല്പര്യം ഉണ്ടായിരുന്നു. ഒന്ന് സ്ത്രീ, മറ്റൊന്ന് സുഗന്ധദ്രവ്യങ്ങൾ. മൂന്നാമത്തത് അദ്ദേഹം അത്രക്ക് വില കൊടുത്തില്ല, അതായത് ആഹാരത്തിന് അദ്ദേഹം കൂടുതൽ പരിഗണന കൊടുത്തില്ല എന്നാണ് അനസ് തുടരുന്നത്. അനസ് വീണ്ടും തുടരുന്നു. പ്രവാചകന് ആശ്ചര്യകരമായ അപാരമായ ലൈംഗിക ശേഷി ഉണ്ടായിരുന്നു. അത് 30 പുരുഷന്മാരുടെ ലൈംഗിക ശേഷി ഉണ്ടായിരുന്നു എന്ന് അനസ് വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നു. അതുമാത്രമല്ല, ആ ലൈംഗിക ശേഷി അദ്ദേഹം തന്റെ 9 ഭാര്യമാരോടും അതിനോടൊപ്പം അദ്ദേഹത്തിന് 2 മാരിയത്തുൽ കിബിത്തിയ അടക്കമുള്ള അടിമ സ്ത്രീകൾ അടക്കമുള്ള 11 സ്ത്രീകളോട് ഈ ലൈംഗിക പൂർത്തീകരണം അദ്ദേഹം നിത്യേന നടത്തിയിരുന്നു എന്നും അനസ് വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി മറ്റൊന്ന് വീണ്ടും മറ്റൊരു ഹദീസ്, പ്രവാചകന് ചില പ്രത്യേക കാര്യങ്ങളിൽ മേൽക്കോയ്മയുണ്ടായിരുന്നു എന്നാണ്. അതില് ഒന്ന്, പ്രവാചകന് പ്രത്യേകമായിട്ടുള്ള ഒരു മേൽക്കോയ്മ എന്ന് പറയുന്നത് ലൈംഗിക ബന്ധങ്ങൾ തമ്മിലുള്ള കുറഞ്ഞ ഇടവേള, അതായത് 2 ലൈംഗിക ബന്ധങ്ങൾ തമ്മിലുള്ള കുറഞ്ഞ ഇടവേള. രണ്ടാമത്, യുദ്ധത്തിൽ ശത്രുവിനെ അടിച്ചു വീഴ്ത്താനുള്ള കഴിവ്. ഈ 2 കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പ്രത്യേക മേൽക്കോയ്മ ഉണ്ടായിരുന്നു, മറ്റുള്ള സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്ത വിധം എന്ന് അനസ് വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഒരു പ്രവാചകൻ ലൈംഗിക മേൽക്കോയ്മ സൃഷ്ടിക്കാൻ വേണ്ടി, ഒരു ലൈംഗിക മേൽക്കോയ്മ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണോ വന്നത്? അതോ മൂല്യങ്ങൾ എന്താ പറയാ, ലൈംഗിക മേൽക്കോയ്മ അന്നത്തെ അറബികൾ തന്നെ സൃഷ്ടിച്ചതാണ്. കാരണം അന്നത്തെ അറബികൾക്ക് മകൻ മരിച്ചാൽ മകന്റെ ഭാര്യയെ കല്യാണം കഴിക്കുന്നത് ആ മകന്റെ പിതാവായിരുന്നു. അതായത് അമ്മോശനാണ് ഭർത്താവ് നഷ്ടപ്പെട്ട മരുമകളെ കെട്ടിയിരുന്നത്. ഇപ്പൊ നേരത്തെ ഇവിടെ ഒരുപാട് ഇത് പറഞ്ഞു, പല പ്രവാചകന്മാർക്കും ഈ രീതിയിൽ ഒരുപാട് ഭാര്യമാരും മറ്റുള്ളതൊക്കെ ഉണ്ടായിരുന്നു എന്നതൊക്കെ ഇത് ചെയ്തിരുന്നു, അതൊന്നും മോശമല്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. പക്ഷേ ഈ രീതിയിൽ ഒരു മേൽക്കോയ്മ സ്ഥാപിക്കാനുള്ള ഒരു പ്രവാചകൻ എന്ന രീതിയിൽ ലൈംഗിക മേൽക്കോയ്മയിൽ ഈ രീതിയിൽ ഹദീസുകളുണ്ട്, സ്വഹീഹായ ഹദീസുകളാണ്. ഈ ഒരു രീതിയിലുള്ള ഒരു പ്രവാചകനെ, വികലമായിട്ടൊരു പ്രവാചകനെ വിമർശകർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ തന്നെയല്ലേ അതിനൊക്കെ ആയുധം കൊടുക്കുന്നത്? വിശ്വാസികൾ തന്നെയല്ലേ ഇത്തരം സംഹിതകളും ഇത്തരം ഹദീസുകളും പോയി ആയുധം കൊടുക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് വിശ്വാസികൾ തന്നെയല്ലേ ആയുധം കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്റെ സുഹൃത്ത് പേര് വെളിപ്പെടുത്താതെ വെളിപ്പെടുത്തി, എന്നാൽ വെളിപ്പെടുത്തിയ പേര് വെളിപ്പെടുത്തേണ്ടതുണ്ടോ എന്ന സംശയമുള്ള സുഹൃത്ത് കുറെ ഹദീസുകൾ ഉദ്ധരിച്ചിരിക്കുകയാണ്. ഹദീസുകളുടെ പശ്ചാത്തലം അദ്ദേഹം അവതരിപ്പിച്ച രീതികളും കണ്ടാൽ ഞങ്ങളെല്ലാവരും ആകെ പേടിച്ച് ഞെട്ടി വിറച്ചു പോകും എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ അവതരണം. വിഷയം വളരെ സരളമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ ഇഷ്ടമുണ്ടായിരുന്നത് സുഗന്ധത്തോടും സ്ത്രീകളോടുമാണ്. നമ്മുടെ മനസ്സ് പലപ്പോഴും, നമ്മുടെ മനസ്സിന്റെ പ്രതികരണം പലപ്പോഴും നമ്മുടെ മനസ്സിന്റെ അകത്ത് ഉള്ള വികലമായ ധാരണകൾക്ക് അനുസൃതമായിട്ടാകും. ഇവിടെ സ്ത്രീകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താല്പര്യമുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്ക് എന്റെ സുഹൃത്തിന്റെ മനസ്സിലേക്ക് ആരാന്റെ സ്ത്രീകളോടാണ് എന്ന് കടന്നു വരുന്നിടത്താണ് സുഹൃത്തെ പ്രശ്നമുള്ളത്. അത് ചികിത്സിക്കേണ്ട അസുഖമാണ്. വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അനുധാവനം ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തി എന്നുള്ള നിലക്ക് പച്ചയായി ഞാൻ പറയട്ടെ, റസൂലുള്ള ഇഷ്ടപ്പെട്ടതുപോലെ ഞാനും എന്റെ സ്ത്രീകളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. എന്താ കുഴപ്പം?
ഞാൻ സുഗന്ധം ഇഷ്ടപ്പെടുന്നു. എന്താണ് കുഴപ്പം? എവിടെയാണ് പിഴവ്? സുഗന്ധം ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോ ഏതെങ്കിലും ആളുടെ വീട്ടിൽ അയാളുടെ അളമാറയിൽ വെച്ച് പൂട്ടിയ സുഗന്ധം ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നല്ല. മറിച്ച് ഞാൻ എന്റെ സുഗന്ധം ഉപയോഗിക്കാൻ, ഞാൻ പുറത്തിറങ്ങുമ്പോൾ സുഗന്ധം ഉപയോഗിക്കാൻ, എന്റെ അലമാരയിലെ സുഗന്ധം ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുഗന്ധം ഇഷ്ടപ്പെട്ടു, സ്ത്രീകളെ ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടം അനുഭവിച്ച സ്ത്രീകളെല്ലാം തന്നെ ആ സ്ത്രീകൾ മുഴുവനും പ്രവാചകന് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അതാണ് ഇവിടെ പറഞ്ഞത്, പ്രവാചകനെ പോലെ നല്ലൊരു ഭർത്താവില്ല എന്ന്. ഇവിടെ പ്രശ്നം എന്റെ സുഹൃത്തിന്റെ മാനസികാവസ്ഥയിലാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്രേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 30 പുരുഷന്മാരുടെ ശക്തിയുണ്ട്. ആ റസൂലുള്ളാഹിക്ക് എല്ലാ സ്ത്രീകളെയും, പ്രവാചകന്റെ സ്ത്രീകളെയെല്ലാം തന്നെ സംതൃപ്തമാക്കാനുള്ള കഴിവുണ്ട് എന്ന്. ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് എന്റെ സുഹൃത്തിനോടും നമ്മളോട് എല്ലാവരോടും എനിക്ക് ചോദിക്കാനുള്ളത്, പുരുഷന്റെ ശേഷി എന്താണ് സുഹൃത്തുക്കളെ? പുരുഷന്റെ ശേഷി എന്താണ്? സ്വന്തം ഭാര്യമാരെ സംതൃപ്തമാക്കാൻ പുരുഷന് കഴിയുന്നു എന്നത് നന്മയാണോ തിന്മയാണോ എന്റെ സുഹൃത്തെ? സ്വന്തം സ്ത്രീകളെ തൃപ്തിപ്പെടുത്താൻ പ്രവാചകന് കഴിയുമായിരുന്നു എന്ന് സഹാബിമാർ മനസ്സിലാക്കി. അത് വസ്തുതയാണ്. ആ പ്രവാചകന് എത്ര സ്ത്രീകളുണ്ടെങ്കിലും അവരെയെല്ലാം വരെ കാഴ്ച വസ്തുക്കൾ മാത്രമായി സ്വീകരിച്ചതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം ലൈംഗികതയെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഇസ്ലാം ലൈംഗികതയെ, സെക്സിനെ ഒരു തിന്മയായി കാണുന്ന ആദർശമല്ല. ആദാം പാപം ചെയ്തപ്പോ, ഹവ്വ പാപം ചെയ്തപ്പോ ഉണ്ടായി വന്ന ഒരു തിന്മയാണ്, പാപത്തിന്റെ ഫലമാണ് സെക്സ് എന്നുള്ള ധാരണ തിരുത്തുകയാണ് ഇസ്ലാം. സെക്സ് ഒരു ആരാധനയാണ് എന്ന്, സെക്സ് ഒരു ഇബാദത്താണ് എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ഇണയുമായി നിങ്ങൾ ലൈംഗിക ബന്ധത്തിലേർപ്പെടുക, അത് പടച്ച തമ്പുരാന്റെ അടുക്കൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഇബാദത്താകുന്നു, അതൊരു സൽക്കർമ്മമാകുന്നു എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇണകളോടുള്ള പെരുമാറ്റത്തിൽ ഇണകളെ സംതൃപ്തിപ്പെടുത്താൻ പുരുഷൻ ഉത്തരവാദിത്തമുണ്ട് എന്നും, എങ്ങാനും പുരുഷന് തന്റെ ഇണയെ സംതൃപ്തിപ്പെടുത്താൻ, ലൈംഗികമായി സംതൃപ്തിപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഏകപക്ഷീയമായി ആ പുരുഷനിൽ നിന്ന് വിവാഹമോചനം നേടാമെന്നും പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം വിവാഹങ്ങൾ ചെയ്തപ്പോ ആ വിവാഹങ്ങൾ ചെയ്ത സ്ത്രീകളെ അവർക്ക് സംതൃപ്തി നൽകാൻ, അത് കുടുംബപരമാണെങ്കിലും സ്നേഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ ലൈംഗികമായ കാര്യത്തിലാണെങ്കിലും എല്ലാം തൃപ്തിപ്പെടുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിവുണ്ടായിരുന്നു എന്നത് ഒരു മോശമായി ചിത്രീകരിക്കാൻ പറ്റാത്ത കാര്യമായി, ആളുകളുടെ മുന്നിൽ പറയാൻ പറ്റാത്തൊരു കാര്യമായി എന്റെ സുഹൃത്തിന് തോന്നുന്നത് ചിലപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ പ്രശ്നമായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെന്നാൽ ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ? കേരളത്തിൽ 500 കോടി രൂപ വിറ്റുവരവുള്ള ഒരു ബിസിനസ്സാണ് ലൈംഗിക ഉത്തേജമാക മരുന്നുകളുടെ വിൽപ്പന എന്നാണ് അടുത്തൊരു പഠനം കാണിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ലൈംഗിക ഉത്തേജക മരുന്നുകൾക്ക് വേണ്ടി ആളുകൾ പണം ചെലവഴിക്കുന്നത് സംതൃപ്തമായ ലൈംഗികത പങ്കുവെക്കാൻ കഴിയാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോഴാണ്. അതിന് പണം ചെലവഴിക്കുന്ന മനുഷ്യരുടെ മുന്നിൽ ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി എടുത്തുകൊണ്ട് നമ്മൾ പറയും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ജീവിത രീതി നിങ്ങൾ സ്വീകരിക്കുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്, നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്, ലൈംഗിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എന്ന്. അവിടെ എന്താണ് പ്രശ്നം? അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിൽ നിപുണനായിരുന്നു എന്നതാണത്രേ വലിയൊരു പ്രശ്നം. അടുത്ത ഇഷ്യൂ അതാണ്. എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം ചെയ്യുമ്പോ ശത്രുവിനെ കീഴടക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിവുണ്ടായിരുന്നു. തീർച്ചയായും യുദ്ധം ചെയ്യുമ്പോ യുദ്ധമുന്നണിയിൽ നിന്ന് പോരാടുന്ന സമയത്ത് ഒരു ചെകിടത്തടിച്ചാൽ മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കുക എന്ന ആശയമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് യുദ്ധമുന്നണിയിൽ ശത്രുവുമായി പോരാടുമ്പോൾ ഒരു പോരാളിയായി
വില്ലാളി വീരനായി, ഒരു സൈനികനായി ശക്തമായി പോരാടണമെന്നാണ്. അവിടെ തന്റെ സഹാബിമാരെ യുദ്ധത്തിന് പറഞ്ഞയച്ച് വെറുതെ ഇരിക്കുകയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ബദറിൽ യുദ്ധരംഗത്തേക്ക് നോക്കുമ്പോ എല്ലായിടത്തും മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമായിരുന്നു എന്ന്. യുദ്ധത്തിലും നിപുണനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയും പ്രവാചകന്റെ മാതൃകയുണ്ട് സുഹൃത്തെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിൽ നൈപുണ്യം എങ്ങനെ വേണമെന്ന്, എങ്ങനെ ശത്രുവിനെ പോരാടുന്ന സമയത്ത് ശത്രുവിനുമായി എങ്ങനെ പോരാടണമെന്ന്, ശത്രുവിനെ കീഴ്പ്പെടുത്തണം എന്ന് എല്ലാ കാര്യങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുണ്ട്. ഇവിടെ ഹദീസുകളല്ല പ്രശ്നം, മറിച്ച് ആ ഹദീസുകൾ വായിക്കുന്ന ആളുകളുടെ മാനസികമായ അവസ്ഥയാണ്, നിലവാരമാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ അത് തമസ്കരിക്കുവാൻ നിങ്ങൾ എത്ര വൃത്തികെട്ട രൂപത്തിൽ ഹദീസുകൾ വായിച്ചാലും അവതരിപ്പിക്കാൻ ശ്രമിച്ചാലും സാധ്യമല്ല. അത് സ്വഹീഹായ ഹദീസാണെങ്കിൽ, പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണെങ്കിൽ.